ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ്. ഓക്കെ, ഇന്നത്തെ മെസ്സേജ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ക്യൂസിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് എപ്പോഴും. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, എനിക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ സാഹചര്യം അങ്ങനെയാണ് എന്നൊരു വാക്ക് അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ എനിക്ക് അങ്ങനെ, അതെൻ്റെ സാഹചര്യം അങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറയും നമ്മൾ അല്ലേ. അത് ഏറ്റവും വലിയൊരു എക്സ്ക്യൂസാണ്. ഓക്കെ, ഇവിടെ സാഹചര്യമായാലും ശരി, നമ്മൾ ഒരു കാര്യം നമ്മൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചോയ്സ് തന്നെയാണ്. നമ്മുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്. സാഹചര്യത്തിനെ ആയാലും മാറ്റാനും അവിടെ വേറൊരു ആക്ഷൻ എടുക്കാൻ, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഒരു മാറ്റം ചെയ്യാൻ അത് നമ്മളുടെ കയ്യിൽ ചോയ്സ് ഉണ്ട്. നിങ്ങൾ പറയും എനിക്ക് ചോയ്സ് ഇല്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, അവരിങ്ങനെ എന്നെ അലൗ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചോയ്സ് ഉണ്ട്. അവർ പറയുന്നത് പോലെ തന്നെ ചെയ്യണോ അതോ മാറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശരിക്കും അവിടെ ആ ഒരു വാക്കിൽ തന്നെ, ആ ഒരു ഗ്യാപ്പിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇതില്ലേ, എനിക്ക് അവർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് എൻ്റെ സാഹചര്യം എന്ന് പറയുമ്പോൾ മാറ്റി ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ അവര് പറയുന്ന പോലെ അവിടെ അവര് പറയുന്ന പോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നുള്ളത് ചോയ്സ് നിങ്ങളുടെയാണ്. അതിനെ മാറ്റി വേറെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യണ്ട എന്ന് വെക്കുന്നു അല്ലെ. അപ്പൊ ചോയ്സ് ഇല്ലാതെയല്ല, ഓപ്ഷൻ ഇല്ലാതെയല്ല, നിങ്ങളത് ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ വേറെ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെയൊക്കെ ഇടയിൽ എനിക്ക് ഒരു സമയമേ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടാതിരിക്കുമോ? നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മള് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ അത് എക്സ്ക്യൂസ് മാത്രമാണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങൾ അങ്ങനെ പ്രയോറിറ്റി എന്ന് കൊടുക്കുന്ന, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തും. നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, അത് ആരെതിർത്താലും ശരി, ആര് വേണ്ട എന്ന് പറഞ്ഞാലും ശരി, നിങ്ങളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഫാമിലി ഇപ്പം നിങ്ങളെ പറയുന്നു ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾ അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവരെ എതിർത്തിട്ടായാലും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങും അല്ലെ. അപ്പൊ ചോയ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി, അതായത് നിങ്ങൾക്ക് അത്രത്തോളം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും മറികടക്കാൻ നമ്മൾ വഴികൾ കണ്ടെത്തും. സാഹചര്യം അല്ലെങ്കിൽ അതൊക്കെ വെറും എക്സ്ക്യൂസസ് മാത്രമാണ്. എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവര് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോൾ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹമുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആ മറ്റുള്ളവരെ വേദന പോലും അവഗണിച്ചിട്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്തേക്ക് ആക്കി എടുക്കാൻ ശ്രമിക്കും അല്ലെ. അതാണ് നമ്മൾ പറയുന്നത്. ചോയ്സ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. ഇപ്പം നിങ്ങളെ ആരെങ്കിലും മിസ്ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയാം, ആരെങ്കിലും നിങ്ങളെ ശരിയായ രീതിയിലല്ലാതെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് സഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ചോയ്സ് ആണത്. ആ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ്. അതിനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് മാറ്റാൻ, എന്ത് തന്നെ ആയാലും ശരി, എത്ര റിസ്ക് എടുത്തിട്ടുള്ള ഒരു കാര്യമായാലും ശരി, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. അത് മാറ്റേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. ആ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പറയുന്നത് എനിക്കത് എന്നെ ഒരാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, ഞാനത് സഹിച്ചുകൊണ്ട് നിന്നു എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അത് അഗെയിൻ നിങ്ങളുടെ ചോയ്സാണ്. അവിടെ നിങ്ങൾക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളത് എന്തുകൊണ്ട്, നിങ്ങളുടെ പേടികൾ കൊണ്ടായിരിക്കാം, പക്ഷെ ആ പേടിയെ മാറ്റിയെടുക്കാനും നിങ്ങളുടെ കയ്യിലാണ് വഴിയുള്ളത്. നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എല്ലാത്തിനും വഴികളുള്ളത്, നിങ്ങളുടെ കയ്യിലാണ്. ചോയ്സസ് നിങ്ങളുടെ കയ്യിലാണ് എപ്പോഴും. ഒരിക്കലും നമ്മൾ സാഹചര്യത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ വേറെ പുറമേ ഒരു കാര്യത്തിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എപ്പോഴും ഒരു ചോയ്സ് നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങളിനി എക്സ്ക്യൂസസ് പറയാതിരിക്കാം. ഓപ്ഷൻ ഇല്ലാതെയാണ്, എനിക്ക് പറ്റാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സാധിക്കൂ എന്നുള്ളത് പറയരുത്. എപ്പോഴും ചോയ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അവസരങ്ങൾ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ചോയ്സ്, നമ്മൾ അത് വേണോ വേണ്ടേ എന്നുള്ള ഒരു ചോയ്സ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, മാറ്റണോ, മാറ്റി പ്രവർത്തിക്കണോ, മാറ്റി ചിന്തിക്കണോ എന്നൊക്കെയുള്ള ഒരു ചോയ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശരിയുടെ. താങ്ക് യു.